നിങ്ങൾ പാതി വഴിയിൽ പഠനം മുടങ്ങിയവരാണോ? എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങൾക്കായി BA, BCom, BBA തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ്. അതും കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ, പാസ്സാകൂ. ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9526070097. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 2024 അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും ഇഗ്നു യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ആ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്കറിയാം ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നാഷണലൈസ്ഡ് വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്, ഇഗ്നു യൂണിവേഴ്സിറ്റി 3 വർഷമാണോ അതോ 4 വർഷം ആക്കിയോ എന്നുള്ള കുറെ ഡൗട്ട്സ് ഒരുപാട് സ്റ്റുഡൻസിനുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരം എന്ന് പറയുന്നത്, ഇഗ്നു യൂണിവേഴ്സിറ്റി സാധാ യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ 4 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കോഴ്സുകൾക്കും അത് ബാധിക്കുന്നില്ല. ചില കോഴ്സുകളൊക്കെയാണ് നമ്മൾ 4 വർഷമായിട്ട് ഇഗ്നു യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിലെ BCom, BSW ഈ 2 കോഴ്സുകളാണ് 4 വർഷത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ 4th ഇയറിലോട്ട് അഡ്മിഷൻ, അതായത് 4th ഇയറിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 ഇയർ, നമ്മൾ 3 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റുഡൻസിന് 140 ക്രെഡിറ്റ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഓവറോൾ 75% മാർക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ സ്റ്റുഡൻറ്റിനെ 4th ഇയറിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഇഗ്നു ഫോളോ ചെയ്യുന്നത്. അതായത് സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റിനനുസരിച്ച് ടോപ്പിക്കുകൾ, നിങ്ങളുടെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ BA ഇംഗ്ലീഷ് ചൂസ് ചെയ്തെങ്കിലും അതിന്റെ കോർ പേപ്പേഴ്സ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എലക്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാൻ ഇഗ്നു വളരെ നല്ലൊരു ഓപ്ഷനാണ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ്, ഇഗ്നു ഭയങ്കര ടഫ് ആയിട്ടുള്ള സിലബസ് ആണോ, അതെങ്ങനെയാണ് നമ്മൾ പാസ്സാവാൻ ബുദ്ധിമുട്ടാണോ എന്നുള്ള കുറെ ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതാണ്, ഇഗ്നു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ് എന്ന് പറയാൻ മെയിൻ കാരണം, നല്ല രീതിയിൽ നിങ്ങൾ ആ സിലബസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി സിലബസ് തന്നെയാണ് ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് ഇഗ്നുവിന്റെ. അപ്പോൾ സിമ്പിൾ ആണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് ഇഗ്നുവിന്റെ. ഏത് ഡിഗ്രി കോഴ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് കോഴ്സ് എടുത്താലാണ് ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ബാസ് സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ സ്റ്റുഡൻസിനും ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് അവരവരുടേതായ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് നമ്മൾ കോഴ്സ് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഫൗണ്ടേഷൻ ക്ലാസ് പല പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്തിട്ട് ഒരു സബ്ജക്ട് നമ്മൾ ചൂസ് ചെയ്ത് തരുന്നത്. ഇതുവരെയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉടനെ തന്നെ ബുക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തായാലും കമ്പൽസറി ആയിട്ട് അത് അറ്റൻഡ് ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. ഇനി രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കുകയാണെങ്കിൽ, രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പറയുന്ന അതേ ക്രൈറ്റീരിയ അനുസരിച്ച് വേണം അപ്ലോഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കുക. ക്ലിയർ ആയിട്ട് അവർ പറയുന്ന ക്രൈറ്റീരിയാസ് അനുസരിച്ച് വേണം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ഈ ഒരു അക്കാദമിക് ഇയറിൽ ജൂലൈ 30 വരെയാണ് നമുക്ക് ഇഗ്നു രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ഉള്ളത്. അപ്പൊ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരും. അതുവരെയും താങ്ക്